നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കട്ടപ്പന ഇരട്ടക്കൊലക്കേസിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. കട്ടപ്പനയിലെ കാഞ്ചിയാർ പഞ്ചായത്തിലെ കക്കാട്ടുകടയിൽ വാടക വീട്ടിൽ നിന്നാണ് തലയോട്ടിയും മസ്തികളും ലഭിച്ചത്. ഇരുത്തിക്കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹാവശിഷ്ടം. മുറിയുടെ തറ കുഴിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. പാൻസ്, ഷർട്ട്, ബെൽറ്റ് എന്നിവയുടെ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യം നടത്താൻ ഉപയോഗിച്ച ചുറ്റിക നേരത്തെ കണ്ടെത്തിയിരുന്നു. വിജയനെ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് ശേഷം മൃതദേഹം വീടിനുള്ളിൽ കുഴിച്ചിട്ടെന്ന പ്രതി കാഞ്ചിയാർ പുത്തൻപുരയ്ക്കൽ നിതീഷ് നേരത്തെ മൊഴി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തറ പൊളിച്ച് പരിശോധന നടത്തിയപ്പോൾ ഇത്തരത്തിൽ മൃതദേഹം ഇരുത്തി കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രതിയുമായി തെളിവെടുപ്പ് തുടരുകയാണ്. നിതീഷ്, കക്കാട്ടുകട, നെല്ലാനിക്കൽ വിഷ്ണു എന്നിവർ മാർച്ച് 2 മോഷണ കേസിൽ അറസ്റ്റിലായതോടെയാണ് ഇരട്ടക്കൊല സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവന്നത്. കൊല്ലപ്പെട്ട വിജയൻ വിഷ്ണുവിന്റെ പിതാവാണ്. വിജയനെയും വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെയും 2 സന്ദർഭങ്ങളിലായി കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയായിരുന്നു. 2016 നവജാത ശിശു കൊല്ലപ്പെട്ടത്. കുടുംബം കട്ടപ്പനയിൽ മുൻപ് താമസിച്ചിരുന്ന വീട്ടിലാണ് കുഞ്ഞിനെ കുഴിച്ചു മൂടിയത്. കൊല്ലപ്പെട്ട വിജയന്റെയും കുടുംബാംഗങ്ങളുടെയും അന്ധവിശ്വാസം മുതലെടുത്താണ് നിതീഷ് വീട്ടിൽ കയറിപ്പറ്റിയതെന്നും വിശ്വാസം നേടിയെടുത്തത്. വിജയന്റെ മകളിൽ നിതീഷിനുണ്ടായ ആൺകുഞ്ഞിനെ 2016 ജൂലൈയിലാണ് കൊലപ്പെടുത്തിയത്. നിതീഷും കുട്ടിയുടെ മാതാവായ യുവതിയും വിവാഹിതരല്ല. നവജാത ശിശുവിന്റെ മൃതദേഹം കട്ടപ്പന സാഗര ജംഗ്ഷനിൽ ഇവർ മുൻപ് താമസിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് സൂചന. ഈ കേസിൽ വിജയന്റെ മകൻ വിഷ്ണുവും പ്രതികളാണ്. വിജയന്റെ മകൾക്ക് പ്രത്യേക ശക്തിയുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് നിതീഷ് ഇവരെ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റിയത്. മറ്റുള്ളവരുമായി ഇടപഴകിയാൽ ശക്തി ക്ഷയിക്കുമെന്ന് വിശ്വസിപ്പിച്ചു. പൂജകളിലും മറ്റുള്ള ചെറിയ അറിവും അന്ധവിശ്വാസവും നിതീഷ് തുണയാക്കി. വിജയന്റെയും കുടുംബത്തിന്റെയും വീടും സ്ഥലവും വൻ തുകയ്ക്ക് വിറ്റ് ആ പണവും കൈക്കലാക്കി. അതിനുശേഷം വിഷ്ണുവുമായി മോഷണത്തിനും നിതീഷ് ഇറങ്ങി. ഈ മോഷണമാണ് ഇവരെ പോലീസിന് മുന്നിലെത്തിച്ചത്. കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടെന്ന് കരുതുന്ന മറ്റൊരു വീടിന്റെ തൊഴുത്തിലും പരിശോധനയുണ്ടാകും. കൊല്ലപ്പെട്ട വിജയന്റെ മകൻ വിഷ്ണു, അമ്മ സുമ എന്നിവരെയും കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ട്. കുഞ്ഞിനെ നിതീഷ് തൂവാല കൊണ്ട് ശ്വാസം മുട്ടിച്ചെന്നും വിജയനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് മൊഴി. ആഭിചാര കൊലപാതകമെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 4 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ഗന്ധർവന് കൊടുക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊന്നുവെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. കുഞ്ഞിനെ സാഗര ജംഗ്ഷനിലുള്ള വീട്ടിൽ കുഴിച്ചിട്ടു. ഏതാനും വർഷം മുൻപാണ് ഇത് നടന്നത്. വിഷ്ണുവിന്റെ സഹോദരിക്ക് നിതീഷുമായി ബന്ധത്തിലുണ്ടായ കുഞ്ഞാണ് ഇതെന്നാണ് സൂചന. പിന്നീട് വീട് വിറ്റ് ഇവർ കാഞ്ചിയാറിലെ വാടക കെട്ടിടത്തിലേക്ക് മാറി. മാസങ്ങൾക്ക് മുൻപ് വിഷ്ണുവിന്റെ അച്ഛനെ കൊന്ന് താമസിച്ചിരുന്ന വാടക വീടിന്റെ തറ കുഴിച്ച് മൃതദേഹം മൂടി കോൺക്രീറ്റ് ചെയ്തുവെന്നാണ് സൂചന. 2016 നടന്ന സംഭവമായതിനാൽ കുഞ്ഞിന്റെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിക്കുമോ എന്ന സംശയവും പോലീസിനുണ്ട്. ദുർമന്ത്രവാദത്തിന് നേതൃത്വം നൽകിയെന്ന് കരുതുന്ന നിതീഷിനെ ഞായറാഴ്ച 1:30 വരെ കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സംബന്ധിച്ചത്. വിഷ്ണു മോഷണത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിലാണ്. മാർച്ച് 2 കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ മോഷണം നടത്തുന്നതിനിടെയാണ് വിഷ്ണുവും സുഹൃത്ത് നിതീഷും പോലീസ് പിടിയിലായത്. പുലർച്ചെ വർക്ക്ഷോപ്പിനുള്ളിൽ കയറിയവരെ വീട്ടുടമയുടെ മകൻ പിടികൂടുകയായിരുന്നു.